എൻ്റെ ഒരു വലിയ വൺ ഓഫ് മൈ എന്താ പറയുക ബിഗ്ഗസ്റ്റ് വിഷസ് ആണ് ശരിക്കും ഒരു ഒറ്റ ടേക്കിൽ ഒരു ലൈവ് ഒരു റെക്കോർഡിങ് പാടാൻ പറ്റുന്നത്. കാരണം ആ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപാരമാണ് ശരിക്കും അല്ലേ ശരിക്കും. കാരണം ഇറ്റ്സ് വലിയൊരു ചാലഞ്ചും അല്ലേ അത് ഒറ്റ ടേക്കിൽ പാടാൻ. ഞാനിപ്പോൾ നമ്മുടെ സീനിയേഴ്സ് അവരിപ്പോഴും പാടി നിൽക്കുന്നത് അത്രയും ലൈവിൽ പെർഫെക്റ്റ് ആയിട്ട് പാടാനുള്ള ട്രെയിനിങ് കിട്ടും. ഞാൻ ആലോചിക്ക നമ്മുടെ ജാനകി അമ്മയും സുശീലാമ്മയൊക്കെ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്തെടുത്താലും ശരിയാവാത്ത പാട്ടുകളൊക്കെ ഒറ്റ ടേക്കിലൊക്കെ പാടി ഫലിപ്പിച്ചിട്ടുള്ള പാട്ട്. പക്ഷെ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. സീനിയർ ആയിട്ടുള്ള നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ഫീമെയിൽ സിംഗേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സുശീലാമ്മയാണ്. എല്ലാവരുടെയാണ്. സുശീലാമ്മയൊന്നും ആരാധിക്കാത്തവരായിട്ട് ആരുമില്ല. സുശീലാമ്മയെ 2-3 പ്രാവശ്യം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ മുമ്പിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തൊരു സ്വീറ്റായിരുന്നു അറിയോ പാടിക്കഴിഞ്ഞപ്പോ കൈയൊക്കെ തന്ന്. ഭയങ്കര അവര് വല്ലാത്ത ഇന്നസെന്റ് ആണ്. ரொம்ப നല്ല പാടിനേന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തൊക്കെ തട്ടി. അതൊക്കെ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ അല്ലേ ശരിക്കും. അപ്പൊ പറഞ്ഞു വന്നപ്പോ സുശീലാമ്മയുടെ പാട്ട് മനസ്സിലേക്ക് വന്നു. തീർച്ചയായിട്ടും വന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. എൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും കെ.വി. മഹാദേവൻ സാറാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കെ.വി. മഹാദേവൻ സാർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ശങ്കരാഭരണമാണ്. അതേപോലെ ഒരുപാട് തമിഴിലെ ഒരു കാലഘട്ടത്തോളം ഒരുപാട് സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുള്ളതാണ്. അതെ. അപ്പം സാറ് സംഗീതം നൽകി സുശീലാമ്മ പാടിയിട്ടുള്ള ഒരു മാജിക്കൽ സോങ് ഉണ്ട്. ഇപ്പം റാൽഫിനും കൂടി ഉള്ള സ്ഥിതിക്ക് ഞാനത് എങ്ങനെ പാടാണ്ടിരിക്കും. പാടിയാലോ റാൽഫിന്. உன்னை காணாத கண்ணும் கண்ணல்ல, உன்னை எண்ணாத நெஞ்சும் நெஞ்சல்ல, நீ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல, உன்னை காணாத கண்ணும் கண்ணல்ல, உன்னை எண்ணாத நெஞ்சும் நெஞ்சல்ல, நீ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல. നന്നായി പഠിച്ചു. അറിയാതെ എനിക്കിനി ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് എനിക്കിങ്ങനെ പാടാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സുശീലാമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ആദ്യം ഈ പാട്ടാണ്. എനിക്ക് തോന്നി ഒരു പാട്ടിങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. എന്നാലും രാജിയുടെ ശബ്ദത്തിൽ അമ്മയുടെ ഒരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ചിന്നു ഒരു തമിഴ് പാട്ട് പാടിയതുകൊണ്ട് ഞാനും പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തമിഴ് പാട്ടാണ് വന്നത്. ഇത് വളരെ പഴയ സിനിമയാണ്, ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വളരെ പഴയതാണ്. പാവമന്നിപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഇതിൻ്റെ ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം MSV രാമമൂർത്തി. ഇവർ രണ്ടുപേരും ഒരു തമിഴ് ഫിലിം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അൺക്രൗൺഡ് കിങ് എന്ന് പറയാം. ആ രണ്ടുപേര് ഒരു കാലഘട്ടത്തോളം അവരുടെ പാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. ശരിക്കും പിന്നെയാണ് രാജസാറൊക്കെ വരുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അവരുടെ തുടക്കകാലത്തെ ഒരു വളരെ ഹിറ്റായിട്ടുള്ള സുശീലാമ്മയുടെ അത്ത എന്ന പാട്ടാണ് പാടാൻ. പ്ലീസ് പാടൂ. என்னத்தான் அவர் என்னைத்தான்
எப்படி சொல்வேனடி. ஏனத்தான் என்னை பாரத்தான் கேளத்தான் என்று சொல்லித்தான். ஏனத்தான் என்னை பாரத்தான் கேளத்தான் என்று சொல்லித்தான். சென்று பெண்ணைப் போல் கண்டு துடித்தான் அழைத்தான் சிரித்தான் அணைத்தான். எப்படி சொல்வேனடி அத்தான் என்னத்தான் அவர் என்னைத்தான். எப்படி சொல்வேனடி அவர் கண்ணைத்தான் கொண்டு மெல்லத்தான் வந்து கையைத்தான். எப்படி சொல்வேனடி அத்தான் என்னத்தான் அவர் என்னைத்தான். எப்படி சொல்வேனடி. രാജിയുടെ ഈ ഒരു കരിയറിൽ ഓഫ് കോഴ്സ് അമ്മ ചേട്ടൻ എല്ലാവരും ഡെഫിനറ്റ്ലി ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നറിയാം. പക്ഷേ ഈ പെൺപിള്ളേർക്ക് വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാലും അത് കരിയർ പെർസ്യൂ ചെയ്യാന്ന് പറഞ്ഞാലൊരു അതൊരു പലർക്കും ഇറ്റ്സ് എ ഫാക്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ രാജിയുടെ കാര്യത്തിൽ എനിക്കാണ് രാജിയുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് അഭിരാമേട്ടന്. കാരണം ഞാൻ ഈ പറഞ്ഞ നേരത്തെ കല്യാണം കഴിഞ്ഞു പോവായിരുന്നു. ഇങ്ങനെ പാടിയൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കല്യാണം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അയ്യോ എന്താ ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഇനി കല്യാണം കഴിഞ്ഞാൽ പാടുമോ, പ്രോഗ്രാമിന് പോവോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, പാട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് നേരത്തെ ഒരു ധാരണ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിരാമേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം ചേട്ടന്. അഭിരാമേട്ടൻ ക്രിട്ടിക് ആണോ? ആ പിന്നെ കുറ്റം പറയാറുണ്ട്. കുറ്റമൊക്കെ പറയും, നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇപ്പൊ എന്റെ കുഞ്ഞ് ഒരാളും കൂടി ഉണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ. അത് ശരി, പുള്ളിക്കാരൻ അതിലും വലിയ ക്രിട്ടിക് ആയിരിക്കും. അവൻ ശരിക്കും ഓരോ പാട്ടുകളും പാടുമ്പോഴും റെക്കോർഡിങ് പാടി കേൾക്കുമ്പോഴൊക്കെ പറയും, അമ്മ അത് ഇങ്ങനെ ആക്കായിരുന്നു എന്നൊക്കെ പറയും. അത് ശരി. അതെ, അരിയൻ പാടോ? പാടുന്നുണ്ട്, കുഴപ്പമില്ല, വലിയ തെറ്റില്ല. അതെ, പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഈ പഴയ പാട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു മൂഡിലേക്ക് ആയി ഇപ്പൊ. സത്യം പറഞ്ഞാല് പുതിയതിലേക്ക് വരണോ? പുതിയതിലേക്ക് വരണോ? പുതിയതിലേക്ക് വരികയാണെങ്കിൽ രാജിയുടെ ഇനിയിപ്പോ ഇറങ്ങാനുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാ? ഞാൻ മോൺസ്റ്റർ സാറിന്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ലൊരു പാട്ട് പാടി, കളർ ബലൂൺ എന്നാണ്. അതിലൊരു നല്ല മെലഡിയാണ്, സോളോ ആണ്. പിന്നെ നമ്മുടെ പ്രിയനന്ദനൻ സാറിന്റെ വോട്ടർ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, അതിലൊരു പാട്ടുണ്ട്. അങ്ങനെ 2-3 പടങ്ങളിൽ പാടിയിട്ടുണ്ട്. അതൊക്കെയാണ് വരാനുള്ളത്. പിന്നെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ കഴിഞ്ഞ ആഴ്ച പാടിയതാണ് നമ്മുടെ ജി വേണുഗോപാൽ, വേണുചേട്ടൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യാണ് സിനിമയ്ക്ക്. അപ്പോൾ ആ സിനിമയിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമയിൽ അതിലും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് രാജി കന്നഡയിലും പാടിയിട്ടില്ലേ? ജാസിയേട്ടൻ്റെ വർക്ക് പാടിയിട്ടുണ്ടല്ലേ കുറച്ച് പാട്ട്. രാജി, അപ്പോൾ രാജിക്ക് ഒരുപാട് നല്ല പ്രോജക്ട്സ്, ഇതേപോലെ ഒരുപാട് നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ എല്ലാ ലാംഗ്വേജസിലും, നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ട് വളരട്ടെ.